സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാൻ റോഷൻ. സ്പൈഡർ ഫാൻ്റെ മൊത്തം ആ ഒരു സ്പൈഡർമാൻ ഫീവറിലോട്ട് കടന്നുകൂടുന്ന ഒരു മാസങ്ങളിലോട്ട് നമ്മൾ കിടക്കുവാണ്. ബ്രാൻഡ് ന്യൂഡ് ഇറങ്ങാനായിട്ട് ഇനി കഷ്ടിച്ച് ഏതാണ്ട് ഒരു 1.5 മാസത്തിനടുത്തേ ഉള്ളൂ. സോ ആ ഒരു സമയത്ത് ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെ വന്ന ഒരു ഐറ്റമാണ് സ്പൈഡർ നോയർ. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിന്റെ തുറപ്പുചീട്ടായിട്ടുള്ള ബോയ്സിന്റെ സീസൺ ഫിനാലെ 4 വാർഡിൽ നിന്ന് നല്ല വൃത്തിക്ക് ഊക്ക് വാങ്ങിച്ചതിന് ശേഷം പുറത്തു വന്ന ഒരു ഐറ്റം. എന്തായാലും ഇവിടെ ഊക്കിന് സ്കോപ്പ് ഇല്ല, നല്ല വൃത്തിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്പൈഡർമാൻ സ്പൈഡർ വേഴ്സ് പടങ്ങളുടെ ആ ഒരു ആനിമേറ്റ് പടങ്ങളുടെ ക്രിയേറ്റേഴ്സ് ഒക്കെയാണ് ഈ ഒരു പടത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ മോശമാകാതെ തന്നെ വരേണ്ടതാണല്ലോ. അപ്പോൾ എന്തായാലും സംസാരിക്കാനുള്ളത് സീരീസിനെ പറ്റി തന്നെയാണ്. ഏതൊരു രീതിയാണ് സീരീസ് എനിക്ക് വർക്കൗട്ട് ആയെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയും, സ്പൈഡർമാൻ എന്നുള്ള ഒരു ടൈറ്റിൽ കണ്ടിട്ട് സൂപ്പർ ഹീറോ ജോണർ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കൂടെ ഇടിച്ചു കുത്തിക്കേറി ഒരു സീരീസിലോട്ട് എൻ്റർ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ സീരീസ് ഒരുപോലെ വർക്കൗട്ട് ആവണമെന്നില്ല. സൂപ്പർ ഹീറോ ജോണേഴ്സ് ഇഷ്ടപ്പെടുന്ന എന്നാൽ അതിൽ തന്നെ എന്തെങ്കിലും പുതുമയായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് കാണണം എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഈ ഒരു സീരീസ് വേറെ ലെവലിൽ ഇഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് എൻ്റെ കേസിൽ അതാണ് വർക്കൗട്ട് ആയത്. സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മൈൻഡിലോട്ട് വരുന്ന ആ ഒരു ഫിഗർ ഉണ്ട്. ആ ഒരു ഫിഗറിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ആയിട്ടാണ് സ്പൈഡർമാനെ വേറൊരു വേർഷനിൽ തന്നെയാണ് ഈ ഒരു സീരീസിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിലെ മെയിൻ അട്രാക്ഷൻ. യങ് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഭയങ്കര ഫാസ്റ്റിലെ ആക്ഷൻ സീക്വൻസുകൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ അല്ല, ആ ഒരു രീതിക്കുള്ള സ്പൈഡർമാനെ അല്ല നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത്. വയസ്സായിട്ടുള്ള വയ്യാത്തൊരു സ്പൈഡർമാനെയാണ്. വയ്യാത്ത സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ ഞാനതൊരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ പറഞ്ഞതല്ല കേട്ടോ. ഇതിൽ ആ ഒരു ക്യാരക്ടറിനെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു രീതിക്കാണ്. നിക്കോളാസ് കേജിന്റെ ആ ഒരു സ്പൈഡർ നോയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മൾ ഓൾറെഡി സ്പൈഡർവേഴ്സ് പടങ്ങളിലൊക്കെ അങ്ങിങ്ങായിട്ട് ഒരു ക്യാമിയോ മോഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ ആ ഒരു ക്യാരക്ടർ ഇതിലോട്ട് വരുമ്പോൾ ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് വരുന്നത്. പുള്ളിക്ക് ലിറ്ററലി വയ്യ. ആ ഒരു ഫൈറ്റ് സീക്വൻസുകളിലൊക്കെ പുള്ളിയുടെ ഫൈറ്റ് സീക്വൻസ് കുറച്ച് ചാടി മറിഞ്ഞിട്ടുള്ള പരിപാടികളൊന്നും അല്ല. ലിറ്ററലി ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളി അടി വാങ്ങി വയ്യാതെ ഇങ്ങനെ വീട് കിടക്കുന്ന രീതിയിലുള്ള കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് പറഞ്ഞ ഈ സീരീസിലെ ക്യാരക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് പുള്ളിക്ക് സ്പൈഡർ നോയറിന്, ഐ മീൻ ഇതിൽ സ്പൈഡർ മാൻ എന്നൊന്നും വിളിക്കുന്നില്ല, സ്പൈഡർ നോയർ അല്ലെങ്കിൽ മിസ്റ്റർ സ്പൈഡർ എന്നുള്ളൊരു രീതിക്കാണ് വിളിക്കുന്നത്. അറിയാലോ, ടിപ്പിക്കൽ സോണിയുടെ കോപ്പിറൈറ്റ് കുറുമ്പുകൾ. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇതിലെ ക്യാരക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് മിസ്റ്റർ സ്പൈഡറിന്റെ കാലമൊക്കെ കഴിഞ്ഞു. പുള്ളിയുടെ ആ ഒരു ഫൈറ്റിംഗ് സീക്വൻസുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം പുള്ളിക്ക് വയ്യ, പുള്ളി ഓൾഡായി, പുള്ളി ഫീൽഡ് ഔട്ട് ആയി എന്നൊക്കെ ഇതിൽ തന്നെ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. സോ അതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഫ്രഷ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ഹീറോ ജോണറിൽ പെടുന്ന ഒരു സീരീസ് ആണെങ്കിൽ കൂടി ആക്ഷൻ അല്ല ഇവിടെ മെയിൻ, പെർഫോമൻസും പിന്നെ ഇതിലെ സ്റ്റോറിയുമാണ് ഈ ഒരു സീരീസിലെ മെയിൻ ആയിട്ടുള്ള ഒരു കീ റോൾ പ്ലേ ചെയ്യുന്നത്. ആക്ഷൻ ഉണ്ട് ഇല്ലെന്നല്ല, ബട്ട് അത് ആ ഒരു സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന രീതിക്ക് ആവശ്യത്തിന് അങ്ങിങ്ങായിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ ആക്ഷൻ സീക്വൻസുകൾ എന്നുള്ള രീതിക്കാണ്. ബട്ട് ആ ഒരു ആക്ഷൻ സീക്വൻസുകൾ എടുത്തിരിക്കുന്നത് എനിക്കൊരു എന്താ പറയുക, മൊത്തത്തിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്ത്. എന്താ പറയുക, ഭയങ്കരധികം ഓവർ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ആ ഒരു സൂപ്പർ ഹീറോ എലമെന്റ്സ് ഒക്കെ കൃത്യമായിട്ടുണ്ട്, എന്നാൽ ഒരുപാടങ്ങ് മുകളിലോട്ടും പോയിട്ടില്ല എന്നുള്ളൊരു രീതിക്ക് സൂപ്പർ ഹീറോ ജോണറിൽ വരുന്ന ആക്ഷൻ സീക്വൻസുകളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ട് രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഈ സീരീസിനെ പറ്റി നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇതിനോടൊക്കെ അറിഞ്ഞ് കാണണം. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും അവൈലബിൾ ആണ്. അത് വലിയൊരു പോസിറ്റീവ് ടേക്ക് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ സീരീസ് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കണ്ടത്. സോ കളർ പരിപാടി എങ്ങനെയാണ് വർക്കൗട്ട് ആയതെന്നുള്ള കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഞാനാണല്ല. ആ ഒരു രീതിക്ക് സീരീസ് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താൽ നൈസായിരിക്കും. ബട്ട് ഫോർ മീ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാസ് സോ ഗുഡ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു സിനിമാറ്റോഗ്രഫി ചില സ്ഥലങ്ങളിലൊക്കെ ചുമ്മാ പീക്കായിരുന്നു. അത് ചുമ്മാ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തുകൊണ്ട് മാത്രമല്ല, സീരീസിന്റെ മൊത്തം മേക്കിങ്ങിലും നമുക്കൊരു ഓൾഡ് പരിപാടി ഫീൽ ചെയ്യാനായിട്ട് വരും. അതായത് പണ്ടത്തെ സീരീസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഷോർട്ടും പരിപാടികളൊക്കെ ഇല്ലേ, എന്താ പറയുക, ക്യാരക്ടേഴ്സിന്റെ ആ ഒരു പെർഫോമൻസിന് കൂടുതൽ സ്പേസ് കൊടുത്തുകൊണ്ട് കൂടുതലും ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ വെച്ചുകൊണ്ട് വൈറ്റ് ഷോട്ടുകൾ ഇങ്ങനെ അധികം ഒന്നും വെക്കാത്ത രീതിയിലുള്ള ഒരുപാട് ഷോട്ടുകൾ ഈ ഒരു സീരീസിലുണ്ട്. അതെന്താ പറയുക, ആ ഒരു ഓൾഡ് സ്കൂൾ വൈബ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ സ്പൈഡർ നോയറിന്റെ ആ ഒരു ഷൂട്ട് നിങ്ങൾ കണ്ടു കാണും. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റപ്പിൽ തന്നെയാണ് അത്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അറ്റ്മോസ്ഫിയറിൽ കാണുമ്പോൾ അതിനും ഒരു എന്താ പറയുക, ഒരു പ്രത്യേക വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു. സോ പേഴ്സണലി ഞാൻ കണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. കണ്ടു കഴിഞ്ഞാൽ കിടിലൊരു എക്സ്പീരിയൻസ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് കാണണോ എന്നുള്ളൊരു രീതിക്കൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2-3 സീക്വൻസുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ ഹുക്കായി പോകും. അവിടെ നിന്ന് എനിക്കൊരു പോസിറ്റീവ് ഫാക്ടറായിട്ട് തോന്നിയത് സീരീസിന്റെ റൈറ്റിംഗ് ആണ്. കിടിലമായിട്ട് സീരീസ് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സും കുറേ ലൈക്കബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ ഒരു സീരീസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ സ്പൈഡർ നോറിന്റെ ക്യാരക്ടർ തന്നെയല്ല, ആ ഒരു ക്യാരക്ടറിന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ക്യാരക്ടേഴ്സിനും ഒരുപാട് കിടിലൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. ടൈറ്റിലിൽ വരുന്ന സ്പൈഡർ നോയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറിന്റെ സീക്വൻസുകൾ എന്ന് പറയുന്നത് മൊത്തം സീരീസ് എടുത്ത് നോക്കിയാലും അധികം ഒന്നും വരത്തില്ല. കൂടുതലും ആ ഒരു ബെൻ റെയ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ, ആ ഒരു ഓൾട്ടർ ഈഗോ ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. എന്നാൽ പോലും നമ്മൾ സീരീസ് കൃത്യമായിട്ട് കണ്ടിരിക്കും. അങ്ങനെ ഒരു മുഷിപ്പും കൂടാതെ നമ്മൾ സീരീസ് കണ്ടിരിക്കണോ, ഈ തീർച്ചയായിട്ടും റൈറ്റിംഗിൽ നല്ല രീതിയിൽ പണി എടുത്തിട്ടുണ്ടാവണം. ഓരോ ക്യാരക്ടറിനെയും ആ ഒരു ക്യാരക്ടർ ആർക്കി കൂടെ കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സീരീസ് നോക്കിയിട്ടുണ്ട്. മെയിനായിട്ട് ഓഫ് കോഴ്സ് ബെൻ റെയ്ലി തന്നെയാണ്. എന്താ പറയുക, ബെൻ റെയ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടർ സ്റ്റഡി എന്നൊരു രീതിക്കൊക്കെ ഈ സീരീസിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. സ്പൈഡർമാൻ്റെ ആ ഒരു ഒരുപാട് പറഞ്ഞു പഴകിയ ആ
ആ ഒരു പഴയ മോട്ടോ ഉണ്ടല്ലോ, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഈ ഒരു സംഭവം കൃത്യമായിട്ട് ഈ ഒരു ബെൻ റെയ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സീരീസ് മൊത്തം കാണിക്കുന്നത്. 10-40 വർഷമായിട്ട് സ്പൈഡർ നോയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഇതിനൊരു ബാധ്യതയായിട്ടാണ് ഈ ഒരു ക്യാരക്ടർ തുടക്കത്തിലൊക്കെ കാണുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഈ ഒരു ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, എനിക്കിനി ഇതൊന്നും വയ്യ എന്നുള്ള രീതിക്ക് ഒരു ഒളിച്ചോട്ടം മൈൻഡിലാണ് ഈ ഒരു ക്യാരക്ടറിനെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ സീരീസ് പോകെ ആ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോം ആയിട്ട് ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ചുമ്മാ ഒരു ബാധ്യതയല്ല, അത് എൻ്റെ ഒരു കടമയാണെന്നുള്ളൊരു രീതിക്ക് ഈ ഒരു ക്യാരക്ടർ മനസ്സിലാക്കുന്ന ആ ഒരു സ്ഥലത്താണ് സീരീസ് എൻഡ് ചെയ്യുന്നത്. ആ ഒരു എൻഡിങ് നോട്ടൊക്കെ കിടിലമായിരുന്നു. ക്യാരക്ടർ വൈസ് ആയാലും മൊത്തം സീരീസ് എടുത്ത് നോക്കുമ്പോഴും കുറച്ചൊരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാൻ സാധ്യതയുണ്ടായിരുന്നത് ഇതിൽ കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. ബട്ട് ആ ഒരു ക്യാരക്ടറിനും അവസാനം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ബെൻ റെയ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് പരിപാടിയിലൊക്കെയാണ് ആ ഒരു ക്യാരക്ടർ വരുന്നത്. ആദ്യമൊക്കെ ആ ഒരു ക്യാരക്ടറിൻ്റെ ലവ് പോർഷൻസ് ഒക്കെ പറയുന്നത് സീരീസിൽ മൊത്തത്തിൽ ഒരു കല്ലുകടിയായിരുന്നു. നല്ല രീതിക്ക് സീരീസ് ഒരു സൈഡിൽ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുമ്പോൾ ഈ ഒരു ലവ് പോർഷൻ കുറച്ചൊന്ന് ഒരു ലെറ്റ് ഡൗൺ ആയിരുന്നു. പക്ഷെ പോകെ ഈ ഒരു ലവ് പരിപാടി ഈ ഒരു സീരീസിൽ കൊണ്ടുവരുന്ന വലിയൊരു ടേണിംഗ് പോയിന്റ് പരിപാടികളൊക്കെ ഉണ്ട്. അതുകൂടെ വന്നപ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഓക്കെയാണ് എന്നുള്ളൊരു രീതിക്ക് അതിനും ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റി. അവസാനം ബെൻ റെയ്ലി ഈ ഒരു പെണ്ണിൻ്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗ് ഒക്കെ ഉണ്ട്, അതിരടി മാസമായിരുന്നു. ആൻഡ് ഈ സീരീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിനു മുമ്പ് വേറെ സീരീസോ സിനിമകളോ ഒന്നും തന്നെ കാണുന്നില്ല. ഒരു ഫ്രഷ് മൈൻഡിൽ സ്പൈഡർമാൻ എന്ത് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ വേറൊരു വേർഷൻ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂളായിട്ട് ഈ ഒരു സീരീസിലോട്ട് കിടക്കാം. നെഗറ്റീവ് സൈഡിലോട്ട് കിടക്കുമ്പോൾ അങ്ങനെ പറയത്തക്ക നെഗറ്റീവ് എന്ന് പറയാനായിട്ട് എനിക്ക് പേഴ്സണലി ഒന്നും തോന്നുന്നില്ല. സ്പൈഡർ ഈ ഒരു സീരീസ് പ്രോമിസ് ചെയ്യുന്നത് എന്താണോ അത് കൃത്യമായിട്ട് സീരീസ് അവസാനം എത്തുമ്പോഴത്തേക്കും ഡെലിവർ ചെയ്യുന്നുണ്ട്. സോ അതിലങ്ങനെ നെഗറ്റീവ് കണ്ടുപിടിച്ച് പറയേണ്ടതായിട്ടില്ല. പിന്നെ കൂടുതൽ നോക്കുവാണെങ്കിൽ ആദ്യത്തെ 2-3 എപ്പിസോഡുകൾ കുറച്ചൊന്ന് വലിപ്പിക്കലാണ്. ആ ഒരു സ്റ്റോറിയിലോട്ട് കടക്കാനായിട്ട് കുറച്ചധികം നല്ല രീതിക്ക് സമയം എടുക്കുന്നുണ്ട്. സോ ആ സമയത്ത് നിങ്ങൾ സീരീസ് നിർത്തിപ്പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 എപ്പിസോഡുകൾ കാണാനായിട്ട് ഞാൻ 2-3 ദിവസങ്ങൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൺസ് ഈ ഒരു സീരീസ് ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ അവസാനത്തെ ആ ഒരു 4 എപ്പിസോഡ് എങ്ങാണ്ട് ഞാൻ ഒറ്റയടിക്ക് ബിഞ്ച് വാച്ച് ചെയ്താണ് കണ്ടത്. സോ ആ ഒരു അവസാനത്തെ എപ്പിസോഡിലൊക്കെ എത്തുമ്പോൾ റൈറ്റിംഗ് ഒക്കെ പീക്കായിട്ട് ഒരുപാട് എന്താ പറയുക ഗൂസ്ബം മൊമെന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട്, ഐ മീൻ വലിയ ഓവർ ദ ടോപ്പ് ഗൂസ്ബം മൊമെന്റ്സ് അല്ല, ആ ഒരു സീരീസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ചില നൈസ് പരിപാടികളൊക്കെ ഉണ്ട്. ബട്ട് അതൊക്കെ നിങ്ങൾക്ക് എൻജോയബിൾ ആയിട്ട് വരണമെങ്കിൽ ഈ സീരീസിൻ്റെ മൊത്തത്തിലൊരു ടോണുമായിട്ട് നിങ്ങൾ സെറ്റ് ആവണം. ഒരു ടിപ്പിക്കൽ പരിപാടിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പരിപാടി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്, ഒരു ടിപ്പിക്കൽ സൂപ്പർ ഹീറോ ജോണറിൽ വരുന്ന ഒരു സീരീസ് അല്ല ഇത്. കൂടുതലും ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി കാണുന്ന രീതിക്കാണ് സീരീസ് ട്രാവൽ ആവുന്നത്. ആ ഒരു ബെൻ റെയ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ സ്പൈഡറിനെ പറഞ്ഞിട്ടുള്ള ഒരു വേർഷനുണ്ട്, അപ്പുറത്ത് പുള്ളി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. ആ ഒരു ആസ്പെക്റ്റിലും സീരീസ് ട്രാവൽ ഉണ്ട് എന്ന് കരുതി വലിയ ഡിറ്റക്റ്റീവ് ട്വിസ്റ്റ് പരിപാടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു ദൃശ്യം സെറ്റപ്പ് എന്നുള്ള രീതിക്കല്ല ഞാൻ പറയുന്നത്. ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് എന്താണ് നടക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ബട്ട് എന്താ പറയുക, മേക്കിംഗ് വൈസും ആ ഒരു റൈറ്റിംഗ് വൈസും കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്രഷ് ഫീലിംഗ് കാരണം ഈ ഒരു പരിപാടികളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ഏതൊരു രീതിക്കാണ് സീരീസിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം, ആ ഒരു എക്സൈറ്റ്മെന്റ് എപ്പോഴും സീരീസിലുണ്ട്. അതാണല്ലോ വേണ്ടതും. പറഞ്ഞു വഴകിയ കഥയാണെങ്കിൽ പോലും അതൊരു പുതിയ കഥ പോലെ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നിടത്താണല്ലോ ഒരു സീരീസ് വിജയിക്കുന്നത്. ആ ഒരു രീതിക്ക് സ്പൈഡർ നോയർ 10/10 ആണ്. സീസൺ 2 ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായ ഒരു ഐഡിയ ഒന്നുമില്ല. സീരീസിന്റെ അവസാനം പോസ്റ്റ് ക്രെഡിറ്റ് പരിപാടികളൊന്നും കൊടുത്തിട്ട് അങ്ങനെ ടീസിംഗ് പരിപാടികളൊന്നും നടത്തിയിട്ടില്ല. ബട്ട് സുഖമായിട്ട് അവർക്ക് ഒരുപാട് സീസണുകൾ വേണമെങ്കിൽ ഈ ഒരു സീരീസ് വെച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. അവർ എങ്ങനെ കൊണ്ടുവരുന്നതെന്ന് നോക്കാം. സോ അപ്പോൾ എന്താ പറയുക, ബോയ്സി കിട്ടിയ ക്ഷീണം എന്തായാലും ഇവിടെ നമ്മുടെ ആമസോൺ തീർത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള നല്ല സീരീസുകൾ ഇവരുടെ ഭാഗത്തുനിന്നായിട്ട് വരട്ടെ എന്ന് വിചാരിക്കാം. സോ അറ്റ്ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് നല്ലൊരു സീരീസ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സീരീസിൻ്റെ ടോണിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾ സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും ഇതിൻ്റെ സീസൺ 2 വരുവാനായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് തന്നെ വീണ്ടും കാണാം.